ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 4:5:3 എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ ഏറ്റവും ചെറിയ കോണളവ് എത്ര? എടാ, അപ്പോൾ നമ്മളോട് ഇവിടെ പറയുന്നുണ്ട് ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 4:5:3 എന്ന അംശബന്ധത്തിലാണ് കൊടുത്തേക്കുന്നത്. നമുക്കതിലെ ഏറ്റവും ചെറിയ കോണളവ് കണ്ടുപിടിക്കേണ്ടത്. എടാ, ഏറ്റവും ചെറിയ കോണളവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ത്രികോണത്തിൻ്റെ ആകെ കോണളവ് അറിയണ്ടേ? അത് എത്രയായിരിക്കും? എടാ, ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണളവ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഈ 180 ഡിഗ്രീനെയാണ് 4:5:3 എന്ന അംശബന്ധത്തിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചെറിയ കോണളവ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? നമുക്കത് ഈ ചെറിയ അംശബന്ധത്തിലുള്ള കണ്ടുപിടിച്ചാൽ പോരെ. അതായത് ചെറിയ കോണളവ് കണ്ടുപിടിക്കാൻ ചെറിയ അംശബന്ധം എടുക്കുക. ഇപ്പോൾ നമ്മളോട് വലിയ കോണളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ വലിയ അംശബന്ധം എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ ആകെ കോണളവായ 180 ആ 180 ഗുണം നമുക്ക് ചെറിയ കോണളവിലെ കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ അംശബന്ധത്തിലെ ചെറിയ സംഖ്യയായ 3 ഡിവൈഡഡ് ബൈ അംശബന്ധങ്ങളുടെ തുക എടുത്താൽ മതി. അംശബന്ധങ്ങളുടെ തുക എടുക്കുമ്പോൾ 4 + 3 7, 7 + 5 എത്രയാണ്? 12. ഓക്കെ അല്ലേ? ഈ 12ഉം 18ഉം വെട്ട 6 വെച്ച് വെട്ടിക്കൂടെ? 2 6 12, 3 6 18. ബാക്കി എത്രയുണ്ട്? 30 × 3. 30 × 3 എത്രയാ? 90. 90 ഡിവൈഡഡ് ബൈ 2. 90ൻ്റെ പകുതി എത്രയാണ്? 45 ഡിഗ്രിയാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി.